കരിയല പൊക്കി നോക്കിയാൽ അടിസ്ഥാന വേദോപദേശമുള്ള സ്ഥലങ്ങളിലൊന്നാണ് ഈ ചെങ്ങന്നൂര്. രാവിലെ കയ്യിലിരിക്കുന്ന മൊബൈലൊന്ന് മുൻപോട്ട് തട്ടിയും താഴോട്ട് ഇറക്കിയും വിട്ടാൽ 1000 പ്രസംഗങ്ങൾ ഏത് രീതിയിൽ വേണോ, അനുഗ്രഹം വേണോ, മരണത്തെക്കുറിച്ച് വേണോ, ജീവനെക്കുറിച്ച് വേണോ, ഇങ്ങനെ പ്രസംഗങ്ങളുടെ വലിയ കെട്ടുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഒരു തലമുറയെ എന്ത് ദൂത് പറഞ്ഞ് സ്തോത്രം പറയിപ്പിക്കും എന്നുള്ളൊരു ആധി ദൈവദാസന്മാരുടെ എല്ലാ അകത്തുണ്ട്. പക്ഷെ ഇന്ന് രാത്രി എൻ്റെ ഉള്ളിൽ അല്പം പോലും ആധിയില്ല. കാര്യം രക്ഷിക്കപ്പെടുവാൻ ഒരൊറ്റ നാമമേ ഉള്ളൂ, അത് യേശുവിൻ്റെ നാമമാകയാൽ ഉയർത്തപ്പെടേണ്ടത് ആ നാമം മാത്രമാകയാലും ഉയർത്തെഴുന്നേറ്റ ഏക ദൈവം ആ ദൈവമാകയാലും മറ്റൊരുവനിലും രക്ഷയില്ല. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ഒരൊറ്റ നാമമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമാകയാൽ ആ കരമൊന്നുയർത്തി ശക്തിയോടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവൻ മാത്രം ഏക ദൈവമായി നിൽക്കുകയാണ്. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം. മൈക്ക് ചെയ്യുന്ന ചാച്ചന്മാർ എനിക്ക് ഫീഡ്ബാക്ക് തന്നേക്കണം. ഔട്ട് ഓഫ് ചെയ്താൽ പരാതിയില്ല. ഹല്ലേലൂയ. എൻ്റെ തൊണ്ടയ്ക്കകത്ത് കാറ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ കാറ്റിനെ ഭാഷയാക്കിയാണ് ഒരു രാത്രിയിലും ജീവിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. 2 വാക്യങ്ങൾ ഇന്ന് രാത്രി നിങ്ങൾ കേട്ട 2 വാക്യങ്ങളും യേശു കർത്താവിൻ്റെ അന്ത്യനിമിഷങ്ങളാണ്. ഉലകത്തിൽ വന്ന കർത്താവ് ആമേൻ തൻ്റെ പ്രാണനെ വെച്ചു കൊടുക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് സുവിശേഷം നല്ലതുപോലെ അറിയാം. എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം. സമയവും നമ്മുടെ മുമ്പിൽ വളരെയധികമില്ല. എങ്കിലും സുവിശേഷ യോഗം ഞാനിന്ന് വന്നു കയറിയപ്പോൾ ഓർക്കുമായിരുന്നു, ഈ കൺവെൻഷന് മുറ്റത്ത് കൺവെൻഷൻ എന്ന് പേരിടണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രത്യേകിച്ച് ഇത്രയും നല്ലൊരു പന്തലിടുമ്പോൾ കുറഞ്ഞതൊരു 3 ദിവസത്തെ യോഗം നടത്തിയില്ലെങ്കിൽ നഷ്ടമാണ്. ആർക്കാണ് നഷ്ടം? ദൈവത്തിന് നഷ്ടമാണ്. അതുകൊണ്ട് ഇനിയും ഇതുപോലെ പന്തലിടുമ്പോൾ ആമേൻ 2-3 ദിവസം യോഗം നടക്കട്ടെ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഈ വീട്ടുകാരോ പ്രിയപ്പെട്ടവരോ ഒക്കെ കാണിച്ച ആ നല്ല മനസ്സിന് കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രസംഗം നിങ്ങൾക്ക് സൺഡേ സ്കൂൾ സ്റ്റോറി ആയിട്ട് തോന്നുന്നെങ്കിൽ ഉറങ്ങിക്കോണം. ഏതെങ്കിലും സമയത്ത് എഴുന്നേക്കാൻ നിയോഗം ഉണ്ടെങ്കിൽ എഴുന്നേറ്റാൽ മതി. ഞാൻ പറയാൻ പോകുന്നത് യേശു കർത്താവിനെ കുറിച്ചാണ്. ഈ പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ ഒരു കഥ വായിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ക്ലൈമാക്സ് അറിയാവുന്ന ആളുകളാണ് നമ്മുടെ ആളുകൾ. ഞാനൊരിക്കൽ ഒരു സഭയിൽ ചെന്നിച്ച് പ്രസംഗിച്ച കൂട്ടത്തിൽ ദാവീദ് കല്ലെടുത്ത് കവണ വെച്ചു എന്ന് പറഞ്ഞതും ആ സഭയിൽ ആരാധന തുടങ്ങി. പിന്നെ എന്നെ മിണ്ടിച്ചിട്ടില്ല, പിന്നെ എനിക്ക് മിണ്ടാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ദാവീദ് കവണ കറക്കുന്നു, കല്ലെറിയുന്നു, ഗോലിയാത്തിന്റെ നെറ്റിക്ക് കൊള്ളുന്നു, ഗോലിയാത്ത് മറിഞ്ഞു വീഴുന്നു, അവന്റെ കഴുത്ത് വെട്ടുന്നു. ഇങ്ങനെ അപാരമായ ട്വിസ്റ്റുകൾ പലതും. പക്ഷെ എന്നെ കൊണ്ട് വാ തുറപ്പിച്ചില്ല. ഞാൻ ആ ഫ്രണ്ടിലിരുന്ന് അമ്മയോട് ചോദിച്ചു, എന്തൊരു കഷ്ടമായി പോയത്. ആ അമ്മ പറഞ്ഞ മറുപടി എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ എത്ര കാറിയാലും ഇനി നടക്കാൻ പോകുന്നതെല്ലാം ഞങ്ങൾക്കറിയാം. അവസാനം ഗോലിയാത്ത് ചാകും, ദാവീദ് ജയിക്കും, ആരാധിച്ചോളാൻ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എന്നോട് കൂടെ ഒന്ന് സഞ്ചരിക്കണം. കട്ടപിടിക്കാത്തതും മരിക്കാത്തതുമായ ഒരു രക്തമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ രക്തം മാത്രമാകയാലും ഓരോ ദിവസം എടുക്കുമ്പോഴും പുതുകി വരുന്നത് ദൈവവചനമാകയാലും ഇന്ന് രാത്രി എവിടെയെങ്കിലുമൊക്കെ ഈ ദൂത് നിങ്ങളെ തൊടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. യേശുവാര് എന്തിന് ജനിച്ചു, എങ്ങനെ ജനിച്ചു, എങ്ങനെ വളർന്നു, എവിടെ വളർന്നു, എന്ത് സംസാരിച്ചു, എത്ര നാൾ ശുശ്രൂഷിച്ചു, എവിടെ ശുശ്രൂഷിച്ചു, എന്താണ് പറഞ്ഞത്, എവിടെ വെച്ചാണ് പിടിക്കപ്പെട്ടത്, എവിടെ വെച്ചാണ് അടിക്കപ്പെട്ടത്, എവിടെയാണ് അടക്കപ്പെട്ടത്, എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റത്, ഇപ്പോഴെവിടെയാണ്, ഇനി വരുമോ, ഇതുപോലെയുള്ള ഒരു കെട്ട് ചോദ്യങ്ങളുടെ മറുപടികൾ പരതിയെടുക്കലാണ് സുവിശേഷ യോഗത്തിന്റെ ലക്ഷ്യം. എൻ്റെ ഈ കഴിഞ്ഞ 28 വർഷത്തെ ചെറിയ പ്രഭാഷണ ജീവിതത്തിൽ ആർത്തിയും ആവേശവും തരുന്ന ഒത്തിരി ദൂതുകൾ എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ വന്നത് ദാവീദ് എറിഞ്ഞ കല്ലിൻ്റെ തൂക്കം പറയാനും ഗോലിയാത്തിന്റെ നെറ്റിയിലെ മുറിവിൻ്റെ ആഴം പറയാനുമല്ല. ദാനിയേല് കിടന്ന സിംഹത്തിന്റെ കുഴിയിൽ എത്ര സിംഹമുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ കണക്കെടുപ്പ് ചെങ്ങന്നൂരിന് ആവശ്യമില്ല. കഴുതയുടെ താടിയെല്ലുകൊണ്ട് ശത്രുസംഹാരം നടത്തിയ ശിംശോൻ
ശിംശോന്റെ യുദ്ധമുറ ഈ കാലഘട്ടത്തിന് ആവശ്യമില്ല. ഈ കാലഘട്ടത്തിന് രക്ഷപ്പെടാൻ ഒരൊറ്റ നാമമേ ഉള്ളൂ, അത് യേശു എന്ന നാമമാകയാൽ ആ കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി ആർത്തിയോടെ കർത്താവിന് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മറിയയുടെ ഉദരം കടമെടുത്ത് ഉലകത്തിൽ ജനിച്ചവൻ, കച്ചിമിച്ചം കിടക്കുന്ന കാലിത്തൊഴുത്തിൽ കിടന്ന് കളിച്ചവൻ, ദാരിദ്ര്യത്തിന്റെ പൊടിമറക്കുന്ന നസറിയത്തിൽ ഓടിക്കളിച്ചവൻ, വയസ്സ് 12, 5 കുന്നിന്റെ മുകളിൽ ആകാശത്തെ മുട്ടി നിൽക്കുന്ന യഹൂദന്റെ സ്വയാഹങ്കാരമായ യെരൂശലേം ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോയവൻ, അടുത്ത 18 വർഷങ്ങൾ എഴുത്തുകാരന്റെ പേനയ്ക്കും ക്യാമറ കണ്ണുകൾക്കും പിടികൊടുക്കാതെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് യെരൂശലേമിൽ ജീവിച്ച എൻ്റെ കർത്താവ് യേശു 18 വർഷങ്ങൾ 12ാമത്തെ വയസ്സ് മുതൽ 30ാമത്തെ വയസ്സ് വരെ യെരൂശലേമിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ 2 തെളിവുകൾ. ഒന്ന്, അവൻ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിച്ചു എന്നും, 2, ഇവൻ തച്ചന്റെ കൊച്ചനല്ലയോ എന്ന ചോദ്യവും. കട്ടളയോ കസേരയോ കതകോ മേശയോ എന്തോ വാങ്ങിക്കാൻ യോസഫിന്റെ തടിപ്പണിപ്പുരയിൽ ആരോ ചെന്നപ്പോൾ മുടിക്കിടയിലും ഉടുപ്പിലും പൊടി പിടിച്ചൊരു ചെറുപ്പക്കാരൻ വളഞ്ഞതിനോ തിരിഞ്ഞതിനോ ചിന്തേറി പിടിച്ച് അവിടെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവനും തച്ചന്റെ കൊച്ചനാണെന്ന്. ഭാഗം വിടുകയാണ്. യേശുവിന് വയസ്സ് 30. നിങ്ങളുടെ കയ്യിൽ ആമേ സ്വന്തമായി സ്തോത്രമില്ലെങ്കിൽ വായ്പയെങ്കിലും മേടിച്ച് 2 എണ്ണം പറയണം. ആമേ ഇനി കൈപൊക്കാൻ മനസ്സില്ലെങ്കിൽ ആമേ മനസ്സുള്ളവരോടെങ്കിലും കൈ മേടിച്ച് പൊക്കി ഒരു 3 ഗ്ലോറി പറയണം. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് കർത്താവിനെ സ്തുതിക്കാൻ ഇനി അഭിഷേകമില്ലേലും ഇരിക്കുന്ന കസേരയ്ക്ക് വാടക ഉണ്ടെന്ന് ഓർത്താൽ 2 സ്തോത്രം പറഞ്ഞേച്ചേ പോകാവുള്ളൂ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പൊടിപറക്കുന്ന പലസ്തീന്റെ മണ്ണ് താണ്ടി ഒരാൾ വരികയാണ്. അപമാനത്തിന്റെ ശരശയ്യ കൊണ്ട് ആമെ വേദനിക്കുന്ന മനസ്സുമായി നടന്ന ദൈവത്തിന്റെ പുത്രൻ. എന്താ യേശുവിനെ വിളിച്ചത്? ആമെ വേശ്യാപുത്രൻ എന്ന്. എന്താ യേശുവിനെ വിളിച്ചത്? മറിയയുടെ മകനെന്ന്. അന്തസ്സുള്ള മണ്ണിലല്ല, അഭിമാനമുള്ള മണ്ണിനല്ല പിറന്നു വീണത്. ദാരിദ്ര്യത്തിന്റെ പൊടി ആമെ പറക്കുന്ന നസറത്തിൽ തൈരും തേനും തിന്ന് ഉപജീവനം കഴിച്ചവൻ നടന്നു വരികയാണ്. വരുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? യോർദാന്റെ തീരത്തേക്ക്. 12,000 അടി പൊക്കമുള്ള ലെബനൻ പർവ്വതത്തിന്റെ ഉച്ചിപടുത്ത് കാട്ടാറ് പോലെ കലുതുള്ളി ഹുങ്കാര ശബ്ദത്തോടെ ഒഴുകിയിറങ്ങുന്ന 44 കൈത്തോടുകളുടെ അകമ്പടിയുള്ള ഒരു തോടുണ്ട് പലസ്തീനിൽ. പേര് യോർദാൻ. മരണ യോർദാൻ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന യോർദാൻ. യേശു നടന്നു ചെല്ലുന്നത് യോർദാന്റെ തീരത്തേക്കാണ്. നടന്നു ചെല്ലുമ്പോൾ കട്ടിപ്പുരികമുള്ള, കടുത്ത ഭാഷ സംസാരിക്കുന്ന, കടുത്ത നെറ്റിത്തടമുള്ള, ക്രാരവ ശബ്ദമുള്ള, ആരെയും കൂസാത്ത, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഇരട്ടച്ചങ്കൻ യോർദാന്റെ തീരത്ത് നിന്ന് പ്രസംഗിക്കുകയാണ്. ആരാ? പേര് സ്നാപക യോഹന്നാൻ. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ 4. എനിക്കിതിങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ. എനിക്ക് വാലും തുമ്പും ഇല്ലാതെ പ്രസംഗിക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. യോഹന്നാന്റെ പ്രസംഗം 4. 1, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. പ്രസംഗം 2, സർപ്പസന്തതിയെ വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവേ. ചെങ്ങന്നൂക്കാരെ, പെണ്ണുക്കരക്കാരെ, ഇന്ന് രാത്രി പോക്കറ്റിൽ പൈസ ഇടാൻ ഇടയില്ലാത്തത് കൊണ്ടല്ല ഈ യോഗം വെച്ചത്. നല്ലതുപോലെ മുതൽ മുടക്കി യോഗം വെച്ചത് നാട്ടുകാരുടെ കർണപുടം പൊട്ടിക്കാനല്ല, നാളെ നിനക്കുള്ളതല്ല. ഈ ഭൂമി അവ പൊടുപട പൊട്ടും, ഇത് കിറുകിറ കീറും, ഇത് മത്തനെ പോലെ ചാഞ്ചാടും. ഇനി ലോകം അധികം മുൻപോട്ട് പോകില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി മാനസാന്തരപ്പെടുക. ഒരുപക്ഷെ ഈ യോഗം നിനക്ക് കിട്ടുന്ന അവസാനത്തെ സ്വർഗീയ
അവസരമായിരിക്കും. ആർത്തു പെയ്യുന്ന മഴയ്ക്ക് അടിച്ചു കയറുന്ന ഈർപ്പം കൊണ്ട് വീടിൻ്റെ അകത്ത് പുതച്ചു മൂടി ഉറങ്ങാൻ കിടന്ന എത്രയോ വയനാട്ടുകാര് ചാലിയാർ പുഴയ്ക്കകത്ത് ചോരപ്പുഴയായവർ ഒഴുകിപ്പോയി. എത്രയോ സ്വപ്നങ്ങൾ മണ്ണിനടിയിൽപ്പെട്ടു. എത്ര ബോഡി കിട്ടിയിട്ടില്ല. ഇന്ന് രാത്രി കസേരയിൽ ഇരിക്കുന്നത് കിടന്ന ഗർഭപാത്രത്തിന്റെ മഹത്വമല്ല, ഒരു രാത്രിയും കൂടെ ദൈവം നിനക്ക് അനുവദിച്ചതോർത്ത് ആ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒന്നാമത്തെ പ്രസംഗം, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറടിപ്പാൻ ഞാൻ യോഗ്യനല്ല. രണ്ടാമത്തെ പ്രസംഗം, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. 3, സർപ്പസന്തതിയായി വരുവാനുള്ള കോപത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോകുക. പ്രസംഗം 4, ഞാൻ നിങ്ങളെ വെള്ളത്തിലിറക്കും, അവൻ നിങ്ങളെ തീയിലിറക്കാൻ പോകുകയാണ്. ഈ ശക്തനായ മനുഷ്യന്റെ അടുക്കലേക്ക് ത്രിലോകത്തിന്റെ ഉടമസ്ഥനായ, ഉച്ചാരണ ശബ്ദം കൊണ്ട് ഉലകത്തെ ഉളവാക്കിയ, സർവശക്തനായ, ഏകജാതനായ പൊന്നോമന കുമാരൻ 23.5 ഡിഗ്രി അച്ചുതണ്ടിൽ ഭൂമിയെ നിർത്തി കറക്കുന്ന, സകല ഭൂചര ജന്തുവിന് ജീവനും ആഹാരവും കൊടുക്കുന്ന മഹാദൈവം നടന്നു വരുന്നത് കണ്ട് ആമെ വിറച്ചു, അറച്ചു, അസ്ഥിരനായി പിറകോട്ട് കാലുവച്ച യോഹന്നാനോട് ഇത് ദൈവത്തിന്റെ നീതിയാണെന്ന് പറഞ്ഞ് ഉലകത്തിന്റെ ഉടമസ്ഥൻ ആ യോർദാന്റെ വെള്ളത്തിൽ സ്നാനപ്പെട്ടു. യേശു സ്നാനപ്പെട്ടത് പാപിയായിട്ടും പെന്തിക്കോസിൽ ചേരാനുമല്ല, അടുത്തൊരു തലമുറയ്ക്ക് മാതൃക കാണിക്കാൻ വേണ്ടി സ്നാനപ്പെട്ടതാ. ആരോ ചോദിച്ചു എങ്ങനെ സ്നാനപ്പെടണമെന്ന്. മറുപടി, യേശു സ്നാനപ്പെട്ടതുപോലെ പെടണമെന്ന്. ഞാനൊന്നുകൂടെ പറയട്ടെ, യേശു സ്നാനപ്പെട്ടതുപോലെ പെടണമെന്ന്. യേശു എങ്ങനെയാ സ്നാനപ്പെട്ടത്? പുസ്തകത്തിലുണ്ടല്ലോ, യോർദാനിലാണല്ലോ, വെള്ളത്തിൽ മുങ്ങിയാണല്ലോ. അതുകൊണ്ട് ബൈബിളിൽ 3 വാക്കുകളുണ്ട്. ഒന്ന് ബാപ്റ്റിസം എന്നും 2 ബാപ്റ്റോ എന്നും കിടക്കുന്ന വാക്കുകളുണ്ട്. 3ാമത് ബപ്തിസ്മ. 3 വാക്കുകളും നിമജ്ജനമാണ്, മുങ്ങലാണ്. ഇത് പെന്തിക്കോസിന്റെ ഉപദേശമല്ല, ഇത് ബൈബിളിന്റെ പ്രമാണമാണ്. ഹല്ലേലൂയ. പോട്ടെ, യേശു കർത്താവ് സ്നാനപ്പെട്ട്, നിങ്ങൾ ക്ഷീണിക്കാതെ എന്നെ കേൾക്കണം. പാസ്റ്ററിനോട് പറഞ്ഞിരിക്കുന്നത് താമസിച്ചു തുടങ്ങിയോണ്ട് 10 മണിക്ക് നിർത്തിയാൽ മതി എന്നാ. എങ്കിലും ഞാൻ 9 മണിക്ക് നിർത്താം. അത് കേട്ടപ്പോ BP പോകുന്ന പോക്കെ. ഹല്ലേലൂയ. പെട്ടെന്ന് ഞാൻ ഈ ദൂതിലേക്ക് ഓടി ഓടി മുൻപോട്ട് വരാം. സ്നാനപ്പെട്ട് യേശു വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറി നനഞ്ഞ മുടിയോട് നനഞ്ഞ തുണിയോട് നിൽക്കുമ്പോൾ ആകാശത്തിന്റെ ദിഗന്ധങ്ങളെ ഭേദിച്ചുകൊണ്ടൊരു പിതൃശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ശബ്ദം കേട്ടനന്തരം 40 ദിവസം ഭൗതിക ഭക്ഷണം മാറ്റിവെച്ച് യേശു ഉപവാസത്തിൽ സമയങ്ങളെ വേറിട്ടു. ഉപവാസം കഴിഞ്ഞ അനന്തരം, എനിക്കിത് ഇങ്ങനെ പറഞ്ഞു കയറണം, നിങ്ങൾ എന്നോട് കൂടെ വരണേ. തുടക്കത്തിൽ ഉറങ്ങിപ്പോകരുത്, ഒടുക്കത്തിൽ ഉറങ്ങണം. ഇനി അഥവാ ആരെങ്കിലും ഉറങ്ങി യൂത്തിക്കോസിനെ പോലെ ഒടിഞ്ഞ് താഴെ വീണാൽ ഉയർപ്പിക്കൽ ഉണ്ടാകുകയില്ല, അടക്കലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഓർത്തോണം. ഹല്ലേലൂയ. എന്നെ കൊണ്ടങ്ങ് പറ്റുക. ഹല്ലേലൂയ. പോട്ടെ. ആമേൻ. ദൂതന്റെ ഗൗരവത്തിൽ വരാം. ഉപവാസാനന്തരം യേശുവിന് വിശന്നു. സാത്താൻ യേശുവിന്റെ അടുക്കൽ ചെന്നു. കെട്ടടിച്ചു വിട്ട പരീക്ഷണ പർവ്വതങ്ങൾ 3. 1, കല്ലിനോട് അപ്പമാകാൻ പറ. സാത്താൻ ചോദിച്ച 2 ചോദ്യങ്ങളുണ്ട്. 1, നിനക്ക് ജീവിച്ചിരിക്കണ്ടേ? 2, നിനക്ക് വിശക്കുന്നില്ലേ? ഒന്നുകൂടെ പറയട്ടെ, ജീവിച്ചിരിക്കണ്ടേ, നിനക്ക് വിശക്കുന്നില്ലേ? ഈ 2 ചോദ്യവും കെയറിങ്ങിന്റെ ചോദ്യങ്ങളാണ്, കരുതലിന്റെ ചോദ്യങ്ങളാണ്. ചില ഭാര്യമാര് ഭർത്താക്കന്മാരോട് അച്ഛനും വിശക്കുന്നുണ്ടോ, അച്ഛന് ജീവിക്കണ്ടെന്ന് ചോദിച്ചിരുന്നെങ്കിൽ ചില കുടുംബങ്ങൾ തകരുകയില്ലായിരുന്നു. ചില ഭർത്താക്കന്മാർ ഇതേ ചോദ്യം ഭാര്യയോട്, നിനക്ക് ക്ഷീണമാണല്ലോ, നീ ഒന്നും കഴിച്ചില്ലായിരുന്നോ എന്നൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ കുടുംബം നശിക്കുകയില്ലായിരുന്നു. സാത്താൻ യേശുവിനോട് ചോദിച്ചത് ഒരുതരം നീരാളി ഇരയെ പിടിക്കുന്നത് പോലെ സ്നേഹത്തിന്റെ പശമുക്കിയ ഒരു ശാപത്തിന്റെ ചോദ്യമാണ്. നിനക്ക് വിശക്കുന്നില്ലേ? കല്ലിനോട് നിങ്ങൾ
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാമോ? നിനക്ക് വിശക്കുന്നില്ലേ? കല്ലിനോട് അപ്പമാകാൻ പറ. എന്താ സാത്താൻ ഇത് യേശുവിന്റെ മുമ്പിൽ ഇട്ടുകൊടുത്തെന്നറിയാമോ? കിഴക്കേതനിൽ താൻ ഉണ്ടാക്കിയ ഊഴിയിലെ പൂടി കൊണ്ട് ശ്രദ്ധിക്കണേ. ഒന്നാമത്തെ മനുഷ്യനാകുന്ന ആദാമിനെ ദൈവം സൃഷ്ടിച്ച് ഒരു നദി 4 ശാഖയായി പിരിഞ്ഞൊഴുകുന്ന ഏദൻ തോട്ടത്തിൽ ദൈവമാക്കിയപ്പോൾ മാനവകുലത്തെ ചതിക്കാൻ പിശാചുണ്ടാക്കിയ ഒന്നാമത്തെ മാർഗം ഈ ഭക്ഷണമാണ്. ഈ പഴം പറിച്ചു തിന്ന്, നീ ഇത് കഴിക്ക്. ഏശാവിനെ തകർത്തത് പയറുപായസമാണ്. അവൻ ഞാൻ നിങ്ങളോട് പറയാ, എന്നാൽ സാത്താനേ, നീ ഇപ്പോൾ നിൽക്കുന്നത് ഒന്നാമത്തെ ആദാമിന്റെ മുൻപിലല്ല, പിന്നെയോ ഇവൻ ഒടുക്കത്തെ ആദാമാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ ത്രാണിയുള്ളവര് ഹല്ലേലൂയ പറഞ്ഞാൽ മതി. ചിലരുടെ ഇരിപ്പ് കാണുമ്പോഴേ എനിക്കറിയാം ഒരു തരം കണ്ണുപൊട്ടനെ കൊഞ്ഞനം കുത്തുന്നത് പോലെയാ. സത്യം ഒന്നുകൂടെ ഞാൻ തെളിച്ചു പറയാ. ഒന്നാമത്തെ ആദാം ഏദനിൽ തോറ്റവനാണ്. ഒടുക്കത്തെ ആദാം എന്റെ യേശുവാണ്. കൈയൊന്ന് ഉയർത്തിയാമേ പറയാമോ? അവൻ തോറ്റവനല്ല, അവൻ ജഡത്തെ ജയിച്ചവനാ. ഹല്ലേലൂയ. എനിക്കിന്ന് രാത്രിയിൽ യേശുവിനെ പ്രസംഗിക്കാനുള്ള എൻ്റെ ആവേശം എന്നാണെന്നറിയോ? എൻ്റെ കർത്താവ് തോറ്റ ദൈവമല്ല. എൻ്റെ കർത്താവ് ആവേശമുള്ളൊരു രാമൻ പറഞ്ഞാണ്ട് എൻ്റെ കർത്താവ് ജയിച്ച ദൈവമാണ്. വേഗം 3 കാര്യം വിശദീകരിക്കാൻ 3 ദിവസം കൊണ്ട് എത്തത്തില്ല. എങ്കിലും ഞാൻ എൻ്റെ ആവേശത്തിന് ചില പദങ്ങളെ തൊട്ട് തട്ടി അങ്ങ് വിടാം. കല്ലിനോട് അപ്പമാകാൻ പറ. യേശു സാത്താനോട് പറഞ്ഞ മറുപടി ഒറ്റ വാക്കി പറയാ. സാത്താനെ, ഇത് ആഹാരം തിന്ന് വയറ് നിറയ്ക്കുന്ന തലമുറയല്ല, ഇത് വചനം കേട്ട് നിത്യത പോകുന്ന തലമുറയാ. നിങ്ങൾ കേട്ടില്ല. ഇതൊക്കെ ആരോട് പറയാനാ? ഒന്നുകൂടെ പറയാ. പുതിയ നിയമ ദൈവസഭ ഉദരപൂരണത്തിന് ഇറങ്ങിയതല്ല. പുതിയ നിയമ ദൈവസഭ വചനത്തിന്റെ പുറകെ ഇറങ്ങിയതാ. കെടുന്ന ബീജത്താലല്ല. കൈയടിക്കാമോ? കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളത് നിലനിൽക്കുന്നതുമായ ദൈവ വചനത്താൽ. നിജപുത്രനാകുന്ന തിമോഥെയോസിനോട് പൗലോസ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? നീയോ എന്റെ നിജപുത്രനായ തിമോഥെയോസ്, വചനം പ്രസംഗിക്കുക. ബൈബിൾ എന്താ പറയുന്നത്? തിരുവെഴുത്ത് പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അപ്പോ ഏത് റിവൈവൽ എവിടെ സംഭവിച്ചാലും അത് വചനം പറയുന്നത് പോലെ സംഭവിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാ, തിരുവെഴുത്ത് പറയുന്നത് പോലെ. എത്ര പേര് രാമൻ പറയുന്നുണ്ട്? തിരുവെഴുത്ത്. ഇത് ഉദരം. അപ്പോ നോർമലി നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകാം. 39 വർഷത്തിന് മുമ്പ് ഞാൻ എൻ്റെ അപ്പ യേശുവിനെ ആ മക്കളെ പിടിച്ച് എവിടെയെങ്കിലും നിർത്താവോ? ഏത് സ്ഥലത്തോട്ട് ലാൻഡ് ചെയ്യാൻ പറ. ഹല്ലേലൂയ. 39 വർഷത്തിന് മുമ്പ് ഒരു സാധു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് എന്റെ അപ്പൻ യേശുവിനെ ആരാധിക്കാൻ വേണ്ടി തേടി ഇറങ്ങിയപ്പോൾ മലർന്നു കിടന്ന് മേളിലോട്ട് നോക്കിയാൽ സൂര്യഗ്രഹണം കാണും ഒരു പേരയും പുഴുത്ത ശരീരവും 9 യൂണിറ്റ് അരി കൊണ്ട് 1 മാസം ജീവിക്കേണ്ട ഗതികേടും 400 രൂപയുടെ ചവിട്ടാൻ കൊള്ളുകയില്ലാത്ത ഒരു സൈക്കിളുമായിട്ടാണ് ഞങ്ങൾ യേശുവിനെ സേവിക്കാൻ ഇറങ്ങിയത്. നീണ്ട ഏതാണ്ട് 11 വർഷത്തോളം അർത്ഥപട്ടിണികളും വണ്ടിക്കൂലിയില്ലായ്മയും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. കോട്ടയത്തിന് 12 കിലോമീറ്റർ 24 കിലോമീറ്റർ നടന്ന് കൺവെൻഷൻ കൂടിയവരാണ് ഞങ്ങൾ. പക്ഷെ ഇന്ന് അവസ്ഥ മാറിയില്ലേ? നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ഇന്ന് അവസ്ഥ മാറിയില്ലേ?
പിന്നെ ഇന്ന് അന്തരീക്ഷം മാറി. അപ്പൊ നോർമലി നാട്ടുകാരൊരു ചോദ്യം ചോദിക്കും, എടാ പുതിയ നിയമസഭ അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭ വയറ് നിറയ്ക്കാൻ ഇറങ്ങിയതല്ലെങ്കിൽ പിന്നെ ഈ വീടെങ്ങനെ ഉണ്ടാക്കി? നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? വണ്ടി എങ്ങനെ മേടിച്ചു? പറയാം എല്ലാവരുടെയും കാര്യം എനിക്കറിയത്തില്ല, പക്ഷെ പുസ്തകം പറയുന്നത് പറയാം. യേശുവിനെ സേവിക്കുന്നത് 5-ാം പട്ടയ്ക്ക് പാല് തുപ്പുന്ന റബ്ബർ തോട്ടം മേടിക്കാനല്ല. യേശുവിനെ സേവിക്കുന്നത് സെമി വെട്ടിഫെടും കടപ്പാക്കല്ലും ഗ്രാനൈറ്റും കൂടി അടിച്ചുരുട്ടി തിന്നെന്ന് തന്നെ അടുക്കള പോയി വീണ് ഹിപ്പിന്റെ ബോൾ പൊട്ടിക്കുന്ന പേരെ ഉണ്ടാക്കാനല്ല. യേശുവിനെ സേവിക്കുന്നത് 48 ലക്ഷത്തിന്റെ കാറ് മേടിക്കാനല്ല. യേശുവിനെ സേവിക്കുന്നത് നിത്യത പോകാനാണ്. പക്ഷേ ഇവിടുന്ന് ശ്രദ്ധിക്കുന്നുണ്ട്, ഇവിടുന്ന് കാർ എടുത്തോണ്ട് ഒരാള് ചെങ്ങന്നൂരിന് പോകുന്നത് കരിയല പറപ്പിക്കാനല്ല, അദ്ദേഹം ഒരാവശ്യത്തിന് പോകുന്നതാണ്. പക്ഷെ കാർ ഓടിയാൽ കരിയല പറക്കും, അത് പ്രകൃതി നിയമമാണ്. എന്താ ഞാൻ ഈ പറഞ്ഞെന്നറിയാമോ? യേശുവിനെ സേവിക്കുന്നത് ഇതിനു വേണ്ടി അല്ല, പക്ഷേ സേവിച്ചവർക്കൊക്കെ അവൻ ഇവിടെ മാന്യത കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞില്ലല്ലേ? നിങ്ങൾക്ക് നാണമുണ്ടോ ഈ 10,000 സ്ക്വയർ ഫീറ്റിന്റെ വീട് വെച്ച് ഉണങ്ങിയ സ്വോത്രം പറയാൻ? അന്തസ്സുണ്ടോ? നല്ലൊരു സ്വോത്രം കൈവർത്തി വൃത്തിയായിട്ട് അങ്ങോട്ട് പറ. ഇന്നല്ലാതെ വെറുതെ ദേഷ്യം കയറ്റുക, രക്തത്താൽ ചെയ്യും. യേശുവിനെ സേവിക്കുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നെ ഇല്ലേ? ഇസ്രായേൽ മക്കളെ ദൈവം മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചത് മന്നാ തീറ്റിക്കാനല്ല, വെള്ളം കുടിപ്പിക്കാനല്ല, ഈന്തപ്പഴം തീറ്റിക്കാനല്ല, കാടപ്പക്ഷി തീറ്റിക്കാനല്ല, പിന്നെ എന്തിനാ ഇറക്കിയത്? വാഗ്ദത്ത നാട്ടിൽ കൊണ്ടുപോകാനാ. പക്ഷെ അവിടെ വരെ ചെല്ലുന്നതുവരെ അവിടെ ചെല്ലുന്നതുവരെ നിനക്ക് വേണ്ടതെല്ലാം നല്ലപോലെ ഒന്ന് ആരാധിക്കാമോ? അവിടെ ചെല്ലുന്നതുവരെ ഇന്ന് രാത്രി വിശ്വസിച്ച് ആരാധിക്ക്. 2024 ഡിസംബർ മാസ കലണ്ടർ കീറുന്നതിന് മുൻപ് ഈ ഭൂമിയിൽ നീ പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾക്ക് ഒരു മറുപടി തരാൻ സുഭാഷ് കുമരകം പ്രോസ്പെരിറ്റി പറഞ്ഞെന്ന് പറഞ്ഞ് എന്നെ കുരിശാക്കരുത്. കർത്താവിനെ സേവിച്ച് നന്മ പ്രാപിക്കാത്ത ഏതെങ്കിലും ഒരുത്തനെ കാണിച്ചു തരാമോ? കുറേനക്കാരൻ ക്രൂശെ പിടിക്കാൻ പോയപ്പോ കുറേനക്കാരനോട് ക്രൂശ് എടുക്കണമെന്ന് പറഞ്ഞത് റോമിലെ ഗവർണറാ. ക്രൂശ് എടുക്കണം. റോമിലെ ഗവർണർ കുറേനക്കാരനെ കൊണ്ട് ക്രൂശ് അടിപ്പിച്ചപ്പോ ക്രൂശ് ചെയ്തേക്കണോ? കുറേനക്കാരന്റെ മകനെ പിടിച്ച് ഗവർണറുടെ കസേരയെ കൊണ്ടിരുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോഗ്യം കുറഞ്ഞ ഹല്ലേലൂയകൾ കേരളത്തിന്റെ ഏത് ഡിസ്ട്രിക്റ്റിലുണ്ടെന്ന് ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. കാണാൻ പറ്റുന്നുണ്ട്. ഹല്ലേലൂയ. വിശ്വസ്തമായ ഒരുത്തൻ ക്രൂശെ പിടിച്ചാൽ അവന്റെ തലമുറയെ വഴിയാധാരമാകാൻ എന്റെ ഒമാർത്തിയോടെ എത്രയോ അത്ഭുത നന്മകൾ കർത്തൻ ചെയ്തതു നിനച്ചിടുകിൽ. എത്രയോ അത്ഭുത നന്മകൾ യേശു ചെയ്തതു നിനച്ചിടുകിൽ. ഇതുവരെ ശുഭമായി നടത്തിയോ ഇനിമേലും നടത്തിയിടുമേ. ഇതുവരെ ശുഭമായി
നടത്തിയോ. പഠിക്കേ. ഇനിമേലും നന്മകളും എനിക്കേകിടും ദയാനിധിയെ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധിയെ. യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്ക് സ്തുതി. പാടാമോ? യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്ക് നന്ദിയോ. പാടുന്നില്ലല്ലോ. എന്റെ യേശുനാഥ, ഓ എനിക്കാ നീ അപ്പാ എന്ന് വിളിക്കുവാൻ. ഞാൻ ഈ ദിവസങ്ങൾ ഒത്തിരി പാട് നടക്കുന്ന ഒരു വരിയാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. യോഗ്യനല്ല ഞാനൊരിക്കലും, പാപം എന്നിൽ പെരുകി അന്യനായി നിൻ പാതേ നിന്ന്. ഓ എന്നിട്ടും സ്നേഹിച്ചു നീ, എന്നിട്ടും മാനിച്ചു നീ. ഉമ്മ തന്നണച്ചു നീ, നന്മകൾ വർഷിപ്പിച്ചു. ഹല്ലേലൂയ. പാട്. ഹല്ലേലൂയ. യേശുദാസേ, കേരളത്തിലെ ഏറ്റവും വലിയ ടീമാകുന്ന നിങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് ഇവർ ഈ പാട്ട് പഠിച്ചില്ല. തനിക്കിട്ട് യോഗം കഴിയുമ്പോൾ ഞാൻ ഒരെണ്ണം തരുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാ പോട്ടെ, എനിക്ക് ഇതുമായിട്ട് അവരൊക്കെ എനിക്ക് അതുപോലെ സ്നേഹമുള്ളത് കൊണ്ടാകട്ടെ. എന്നാലും ഒരെണ്ണം ഞാൻ തരും. മുൻപോട്ട് പോയേ പറ്റത്തുള്ളൂ. മുൻപോട്ട് പോകാം. കല്ലിനോട് അപ്പമാകാൻ പറ. ദൈവത്തെ സേവിച്ച് ആരെയാ ദൈവം മാനിക്കാത്തത്? ദൈവത്തെ സേവിച്ച് ആരെയാ ദൈവം മാനിക്കാത്തത്? ഹല്ലേലൂയ. എനിക്കറിയില്ല പാസ്, ഐ കാൻറ്റ് എക്സ്പ്ലെയിൻ. എങ്ങനെ പ്രസംഗിക്കണം? ആമേ. തേയാത്ത ചെരുപ്പും വളരുന്ന ഉടുപ്പും കൊടുത്താ ദൈവം അവരെ നടത്തിയത്. 4 വയസ്സുള്ളവൻ മിസ്രൈമിൽ നിന്നിറങ്ങിയാൽ കനാൻ നാട്ടിൽ പോയി കയറിയപ്പം 44 വയസ്സായി. നിങ്ങളുടെ ചരിത്രത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ 4 വയസ്സുള്ള കൊച്ചിന്റെ ഉടുപ്പ് 44-ാമത്തെ വയസ്സിൽ ഇടാൻ പറ്റുമോ? ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്നറിയാമോ? നീ വളരുന്ന കൂടെ നിന്റെ ഉടുപ്പും കൂടെ വളർത്താൻ, നിന്റെ ചെരുപ്പ് തേയാൽ എല്ലാം മറന്ന് ഗ്രൗണ്ട് ആണെന്നൊക്കെ വീട്. നമ്മൾ സേവിക്കുന്ന കഴുത്ത് വെട്ടിയാലും ആരാധിക്ക്, ആളുകൾ ഓടിച്ചിട്ട് തല്ലിയാലും ആരാധിക്ക്. കാരണം അന്തസ്സുണ്ടല്ലോ ഇത്ര നല്ലൊരു ദൈവത്തെ സേവിച്ച്. ഹല്ലേലൂയ. 2 സമയം പോകുന്നു. ദേവാലയ ഗോപുരത്തിന്റെ മേളിൽ കയറ്റി വെച്ച് പറഞ്ഞ് താഴോട്ട് ചാടിക്കോ, ദൂതന്മാരെ പിടിച്ചോളൂ വന്നു. എനിക്ക് ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. താഴെ നിന്ന് യേശുവിനെ പിടിച്ച് മേളിക്കൊണ്ട് കയറ്റി വെച്ച് പറയാ ചാടിക്കോളെ. യേശുവിന്റെ മറുപടി വളരെ ഗൗരവമുള്ളതാ. സാത്താനെ, ദൈവത്തെ പരീക്ഷിക്കാൻ പറഞ്ഞേ പാടില്ല. ഒന്നുകൂടെ പറ, മിണ്ട്. ദൈവത്തെ പരീക്ഷിക്കാൻ പാടില്ല. അതിന്റെ പച്ച മലയാളം സ്കാൻ ചെയ്ത് ഞാൻ പറയാം. പിടിക്കുമോ എന്നറിയാൻ ചാടി നോക്കുന്ന പണി ഞങ്ങൾക്കില്ല.
ഓ, ഇത്രയും പറഞ്ഞിട്ടും ഹല്ലേലൂയ. നാളെ ആരാണ്ട് പറഞ്ഞു സ്നാനപ്പെട്ട് നോക്കാം കൊച്ചിന്റെ കല്യാണം നടക്കുമെന്ന് അറിയട്ടെ. ഒരു കാലത്തും നടക്കാൻ പോകുന്നില്ല. നിന്നോട് ഏത് പൊട്ടനാ പറഞ്ഞത് ഇയാടെ കൊച്ചിന്റെ കല്യാണത്തിനാ സ്നാനമെന്ന്? രക്ഷിക്കപ്പെട്ടു നോക്കാം വീട് കിട്ടുമെന്ന് അറിയട്ടെ. ആരായാളോട് പറഞ്ഞത് രക്ഷിക്കപ്പെടുന്നത് വീട് വെക്കാനാണെന്ന്? ഹല്ലേലൂയ. പിടിക്കുമോന്നറിയാൻ പാസ്റ്റർ അറിയാമല്ലോ, 12 മക്കളിൽ 8 മക്കൾ മരിച്ചിട്ടും പാട്ടുപാടി അപ്പന്മാരുടെ നാടായി കേരളമെന്ന് പറയുന്നത്. സ്വന്തം കൊച്ചിന്റെ ഡെഡ് ബോഡി ഇടം കൈയിൽ മുറുക്കി പിടിച്ച് വലം കൈ കൊണ്ട് ദോഷമായിട്ട് ദൈവം എന്നോടൊന്നും ചെയ്യത്തില്ലെന്ന് പാടാൻ ഇടം ചങ്കിനകത്ത് കരുത്തുള്ള അഭിഷിക്തന്മാരുടെ കാല് പതിഞ്ഞ മണ്ണ് ഈ കേരളത്തിന്റെ മണ്ണ്. ഹല്ലേലൂയ. എനിക്ക് ആ വാക്കങ്ങ് പിടിച്ചു. പിടിക്കുമോ എന്നറിയാൻ ചാടി നോക്കുന്ന പണി ഞങ്ങൾക്കില്ല. ഇനി ചൂടെ കയറ്റി പറയാ, സാത്താനേ, ചെങ്ങന്നൂരിലെ പിശാചേ, നീ തള്ളി നോക്കടാ, തമ്പുരാൻ പിടിക്കും. തമ്പുരാൻ പിടിക്കുമെന്ന് കാണിക്കാൻ ഞങ്ങൾ ചാടിയാൽ ഞങ്ങൾ ഓടിയും. അയ്യോ, എനിക്ക് നല്ലപോലെ ചിരി വരുന്നു. ഞാൻ തിരിച്ചു പോകുമ്പോൾ ചിരിച്ചോളാം, ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട്. പിടിക്കുമോ എന്നറിയാൻ ചാടി നോക്കുന്ന കരുന്നറിയോ, ബന്ധം സ്ട്രോങ് ആണ്. എന്റെ മോൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നു, ഞാൻ താഴെ നിൽക്കുന്നു. ഇങ്ങനെ കൈ കാണിച്ചാൽ മതി യേശുദാസേ, അവൻ ഒരൊറ്റ ചാട്ടം ചാടും എന്റെ കയ്യിലോട്ട്. പക്ഷെ താനെങ്ങാനും കൈ കാണിച്ചോണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ ഒരു നിപ്പുണ്ട്. കരുന്നറിയോ, ബന്ധമാ ചാടാൻ അവനെ പ്രേരിപ്പിക്കുന്നത്. Praise God. ഞാൻ ദൈവമക്കളോട് പറയുന്നു, പെന്തിക്കോസിനകത്ത് വരുമ്പോ സങ്കീർത്തനം പഠിക്കുന്നതിന് മുമ്പ് ആ ആളെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിക്കാം. ആ കരമം അടിച്ചൊരു ഹല്ലേലൂയ. പോട്ടെ, മൂന്നാമത്തെ കാര്യം, സമയം പോവുക. മൂന്നാമത്തെ കാര്യം, 5 ഭൂഖണ്ഡത്തിന്റെ ആധാരം തരാം, എനിക്കൊരു ആരാധന വേണമെന്ന്. അത് ഞാൻ 2 മിനിറ്റ് പറയും, നിങ്ങളുടെ മുഖം കലിക്കുന്ന കണ്ടോണം. 5 ഭൂഖണ്ഡത്തിന്റെ ചെങ്ങന്നൂര് 3 ഷട്ടറിന്റെ 2 കട തരാമെന്നും 9.25 സെന്റ് സ്ഥലം തരാമെന്നും ഇതൊന്നും അല്ല പറഞ്ഞത്. 5 ഭൂഖണ്ഡത്തിന്റെ ഇല്ലെന്ന് ചൂടെ കെട്ടിപ്പിടിക്കാം. ആർട്ടിക്ക അന്റാർട്ടിക്കയും കൂടെ കൂട്ടി 7 ഭൂഖണ്ഡത്തിന്റെ ആധാരം തരാം, എനിക്കൊരാരാധന തരാവോ? യേശു പറഞ്ഞു, പോടാ സാത്താനെ, 5 ഭൂഖണ്ഡത്തിന്റെ ആധാരത്തേക്കാൾ വലുതാടാ ഒരൊറ്റ ആരാധന. കൈയടിക്കാതിരിക്കുന്ന പെന്തിക്കോസുകാരൻ വീട്ടിൽ പോയി ഡേറിയ കുറിച്ചു വെച്ചോണം. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമയം ഉണ്ടായിരുന്നെങ്കിൽ അക്കമിട്ട് വിശദീകരിക്കാമായിരുന്നു. എൻ്റെ ഈ ചെറിയ പ്രസംഗ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ വിരട്ടി ഒരു ഭാഗമുണ്ട്. അത് മത്തായി 25 മത്തായി സുവിശേഷം 25 അധ്യായത്തിൽ എന്നെ പേടിപ്പിച്ച ജോൺസൺ 10 കന്യകമാരുടെ കാര്യമാണ്. അതിനകത്ത് അകത്ത് കയറിയ കന്യകമാരെ കുറിച്ചല്ല ഞാൻ പേടിച്ചത്, കൈവിട്ടുപോയ 5 പേരെ കുറിച്ച്. എൻ്റെ പൊന്ന് പാസ്റ്ററെ, ഞാൻ ഒത്തിരി നാൾ സമാധാനിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. കാര്യം എന്നറിയോ, കൈവിട്ടുപോയത് പെന്തിക്കോസുകാരല്ലെന്നോർത്ത് ഞാൻ ഇരിക്കുമായിരുന്നു. പക്ഷെ പുസ്തകം വൃത്തിയായിട്ട് വായിച്ചപ്പോൾ ഉറപ്പിച്ചെനിക്ക് മനസ്സിലായി, ആ കൈവിട്ടുപോയ 5 പേരും നമ്മളായിരുന്നു. ആമേൻ കിടന്ന് വലിയത് വലിച്ചിലുണ്ടോ? ആമേൻ കിടന്ന് വലിയത് വലിച്ചിലുണ്ടോ? ഹല്ലേലൂയ. അതെന്താ തെളിവ്? അതെന്താ തെളിവ്? പറയാം. 10 കന്യകമാര് അവിടെ അവര് കന്യക എന്നൊരു വാക്ക് കിടപ്പുണ്ട്. എന്താ കന്യക എന്ന വാക്കിന്റെ അർത്ഥം? പുരുഷൻ തൊടാത്തവൾ. ആ വാക്കിന്റെ അർത്ഥം എന്നാ? അനിഷേധ്യമായ വിശുദ്ധ ജീവിതം. അപ്പം മണവാളന്റെ മണിയറെ കയറാൻ കള്ളി കദളി കാളിയാങ്കൽ ശങ്കരമംഗലം പകലോ മറ്റോ, അല്ലെങ്കിൽ അക്വാബയുടെ ഒരു ചുടിദാർ, അല്ലെ ലൂയിസ് ഫിലിപ്പിന്റെ വെള്ള ഷർട്ട്, അല്ലെങ്കിൽ വട്ടയമ്പ് പോലെ വടിച്ച മീശ, ഇതൊന്നും അതിനുള്ള മാനദണ്ഡങ്ങളല്ല. ആമേ, മണിയറയിൽ കയറാനുള്ള മാനദണ്ഡം വിശുദ്ധിയാണ്. കരമുയർത്തിയ രാമേ പറയാമോ? വിശുദ്ധിയാണ്. ഞാൻ വിശുദ്ധൻ ആകയാൽ
ഞാൻ വിശുദ്ധനാകയാൽ. അത് നിങ്ങൾ ക്ഷമിക്കണം, എനിക്ക് ചുമ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ചുമക്കുന്നത്. ഈ കേരളത്തിൽ മദ്രാസ് മെയിലിന്റെ ട്രെയിനെ കയറിയിട്ടുള്ളവരുണ്ടെങ്കിൽ അറിയാം, ഏറ്റവും കൂടുതൽ എലി പെറ്റ് കിടക്കുന്നത് ആ ട്രെയിനകത്താണ്. തിരുവനന്തപുരത്ത് നിന്ന് എലീനെയും കൊണ്ട് മദ്രാസിലും പോകും, മദ്രാസിൽ നിന്ന് എലീനെയും കൊണ്ട് തിരുവനന്തപുരത്തും വരും. എലി കയറിയതിന്റെ പേരിൽ മദ്രാസ് മെയിൽ ഇന്ന് വരെ പിടിച്ചിട്ടിട്ടില്ല. അതിന്റെ കാര്യം എലിനെ കൊണ്ട് പോവുക. പക്ഷെ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിനകത്ത് എലി കയറിയ അത് പൊങ്ങുകയല്ല, അവിടെ കിടക്കും. യാത്രക്കാരെ മുഴുവൻ നടക്കും. ഒത്തിരി സമയം നഷ്ടം, കാശ് നഷ്ടം. അപ്പം നിങ്ങൾ ചോദിക്കും, ഞാൻ മദ്രാസ് മെയിലിൽ 1000 എലീനും കൊണ്ട് ചെന്നൈക്ക് പോയിട്ടുണ്ടല്ലോ, എയർ ഇന്ത്യക്കാരൻ എന്നാ ഇത്ര ഗമ എന്ന് ചോദിച്ച പൈലറ്റ് പറയുന്നൊരു മറുപടി ഉണ്ട്. നിലത്ത് കിടന്ന് വലിയുന്ന ട്രെയിൻ എലി പ്രോബ്ലം അല്ല, പറക്കുന്ന വണ്ടിക്ക് ഇത് പ്രോബ്ലമാണ്. ആമേ, ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ആമേ, പറക്കുന്ന വണ്ടിക്ക് ഇത് നിങ്ങൾ മിണ്ടുന്നില്ല. എന്റെ കർത്താവേ, പറക്കുന്ന വണ്ടിക്ക് പ്രോബ്ലം നിന്നേര്. അടുത്ത കാര്യം, ആമേൻ, 5 പേര് കൈവിടപ്പെട്ടു പോയതിന്റെ കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. എന്നാന്നറിയാമോ? അവർ കുല ചെയ്തില്ല. നിങ്ങളൊന്നും മിണ്ടാവോ പ്രിയരെ? കുല ചെയ്തില്ല, ഇല്ല. മോഷ്ടിച്ചില്ല, ഇല്ല. വ്യഭിചാരം ഇല്ല. കള്ളസാക്ഷ്യം ഇല്ല. കൂട്ടുകാരനെ ഒന്നും മോഹിച്ചിട്ടില്ല. പിന്നെ ഇവർ ചെയ്ത പെന്തിക്കോസുകാരുടെ ലിസ്റ്റിൽപ്പെട്ട ഒരു കുരുത്തക്കേടും 5 ചേച്ചിമാര് ചെയ്തിട്ടില്ല. അവര് പാടിയ പാട്ടെന്നാ? മണവാളെ, ഓ എൻ മണവാള, എൻ മണവാള, എൻ മനം കവർന്ന എൻ മനതാര് കുടിക്കൊണ്ട സുന്ദര രൂപനെ പ്രിയനെ. ഉണ്ടോ? ഒരു പാടിയ തന്നെ മണിയറക്കകത്ത്. ഇപ്പൊ ആ പാട്ടിന് തുടക്കാതെന്നല്ലേ അറിയേണ്ടത്? എനിക്ക് പറയാം, മനസ്സില്ല. അതൊക്കെ TPMലെ മദർമാര് ഒരു സൈഡിലോട്ട് ഡ്രമ്മും വെച്ചുകൊണ്ട് പാടുന്ന കേൾക്കണം. എന്ത് രസമാ കേൾക്കാന്നറിയാം. എൻ മണവാള, എൻ മണവാള, എന്റെ മനം കവർന്ന് എൻ മനതാരിൽ കുട്ടിക്കൊണ്ട സുന്ദര രൂപന്. അയ്യോ, എന്നെ വരി അതൊക്കെ കർത്താവേ, ഹല്ലേലൂയ. എന്തുകൊണ്ടാ അപ്പൊ 5 പേര് പോകാഞ്ഞത്? ശ്രദ്ധിച്ചോണം. 10 പേർക്ക് വിളക്കുണ്ട്. എന്നെ കേൾക്കുന്നവരെ രാമയം പറ. 10 പേർക്ക് വിളക്കുണ്ട്. 10 പേരുടെ വിളക്കിനകത്ത് എണ്ണയുണ്ട്. എന്നാൽ 5 പേര് വിളക്കിലെ എണ്ണ കൊണ്ട് തൃപ്തിപ്പെട്ടു. 5 പേര് വിളക്കിലെ എണ്ണ കൂടാതെ പാത്രത്തിലും കൂടെ എണ്ണ എടുത്തു. അങ്ങനെയാണെങ്കിൽ ആ ഭാഗം വീട്ടിൽ ചെന്ന് 50 പ്രാവശ്യം വായിച്ചിട്ട് ഡയറിയിൽ എഴുതി വെക്കണം. 5 പേര് പോകാഞ്ഞതിന്റെ ഏക കാരണം എണ്ണയില്ലായ്മയാ. നിങ്ങൾ കണ്ടിട്ടില്ലേ? ചിലര് യോധനെടുക്കരുത് ഇങ്ങനെ കൈകുലുക്കി നോക്കുന്ന കണ്ടിട്ടില്ലേ? വിളക്കിനകത്ത് എണ്ണയുണ്ടോ എന്ന് നോക്കുന്ന കേട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് യോധനെന്ന് വെച്ച്, എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നെ ഇനി മേലാ യോധന് വിളിക്കണ്ട. ആത്മനിറവില്ലാത്തവനെ സ്വർഗം വെറുതെ കിടത്ത്. ആമേ കിടന്നിട്ട് ആമേ പാകിസ്ഥാൻകാർക്ക് വാടക കൊടുത്താലും നിന്നെ അവിടെ കയറ്റിയല്ല. അത് 3 തരവാ. നിങ്ങൾക്ക് എന്നോട് ചെറുതായിട്ട് ദേഷ്യം വരുന്നുണ്ടോ? ഒണ്ടേ സഹിച്ചോളാൻ പറയാനാ. ഹല്ലേലൂയ. എണ്ണയില്ലായ്മ പാസ്റ്ററെ വലിയ പ്രശ്നമല്ലേ? ഇന്ന് കത്താനുള്ള എണ്ണയുണ്ട്, നാളെ കത്താനുള്ള എണ്ണ വിളക്കിലല്ല, പാത്രത്തിലാ. ഞാൻ ഒരു വാക്ക് പറയാം, കേൾക്കുന്നവരൊക്കെ കേൾക്കട്ടെ. നിങ്ങൾ കൂടുന്ന സഭ 75 വർഷം പഴക്കമുള്ള സഭയാണെങ്കിലും അവിടെ ആത്മവ്യാപാരം ഇല്ലെങ്കിൽ ഇന്ന് ഇറങ്ങിക്കോണം അവിടുന്ന്. ഇല്ല, നീ ഉറപ്പായിട്ടും. ഞാൻ ഈ ദിവസങ്ങളിൽ പോകുന്ന സകല ക്യാമ്പിനും പറയുന്നുണ്ട്, യേശുദാസേ, മാതാപിതാക്കൾ ആരാധിക്കാതെ മക്കൾ ആരാധിക്കുകയില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, ഉപദേശിക്ക് ടാറ്റ കൊടുത്ത് നീ ഇരുന്നാൽ നിന്റെ കൊച്ച് അതുപോലെ തന്നെ ഇരിക്കും. മാതാപിതാക്കൾ ആരാധിക്കാതെ മക്കൾ ആരാധിക്കുകയില്ല. ദൈവദാസന്മാർ ആരാധിക്കാതെ വിശ്വാസി ആരാധിക്കുകയില്ല. ഇത് ഞാൻ പറഞ്ഞ തെറ്റാണ്. ഞാനൊരു വാക്ക് നിങ്ങളോട് പറഞ്ഞിട്ട് ദൂതിന്റെ ഗൗരവത്തിലോട്ട് ചാടി കയറുക. 39 വർഷത്തിന് മുമ്പ് മാങ്ങാനം ജോസഫ് അപ്പച്ചന്റെ 39 വർഷം മുമ്പാണ് എൻ്റെ അപ്പച്ചൻ എൻ്റെ അപ്പ യേശുവിനെ കണ്ടത്. സാക്ഷ്യം പറയാൻ നേരമില്ല. എൻ്റെ സാക്ഷ്യം 1100 പ്രാവശ്യം യൂട്യൂബിനകത്ത് കിടപ്പുണ്ട്. ആ ട്യൂബിനകത്ത് കയറി കണ്ടാൽ മതി. ഇപ്പൊ നേരെയില്ല. ഹല്ലേലൂയ. അന്ന് ഞങ്ങളുടെ
PM പ്രസാരം തുടങ്ങി വെച്ച ആദ്യകാല പ്രവർത്തനങ്ങൾ ഫിലദൽഫിയ, ടാബർനാക്കിൾ, തിരുവാർപ്പ്, കുമരകം, ഉമ്മൻചാണ്ടി സാറിന്റെ അമ്മാവൻ ഒലൂട്ടിത്തറക്കാരും മൂലങ്കത്തറക്കാരും ഒക്കെ ആരാധിച്ച ഒരു സഭയിൽ യോഗം നടക്കുമ്പോൾ മാങ്ങാനം ജോസഫ് അപ്പച്ചന്റെ ശുശ്രൂഷയല്ല ഞാൻ അഭിഷേകം പ്രാപിച്ചത്. എനിക്ക് ഇന്ന് ഓർക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ഓർത്തു നോക്കി. അന്നത്തെ പെന്തിക്കോസിന്റെ ആരാധന എന്നെ ആരാധനയായിരുന്നു. എന്നെ പിടിപ്പീരായിരുന്നു അല്ലേ. 3 മണിക്ക് സഭായോഗം നിർത്തിയാൽ ആർക്കും പരാതിയില്ല. ഇന്ന് 3 മണിക്ക് ചെങ്ങന്നൂരിലെ പാസ് സഭായോഗം നിർത്തിയാൽ അടുത്ത ഞായറാഴ്ച പാസിന് വയനാടിന് സ്ഥലം മാറ്റം. 3 പിള്ളേരെയും കൊണ്ട് സ്ഥലം മാറ്റം പേടിച്ചിട്ട് ആ പുള്ളി ആരാധിക്കുകയല്ല. ഹല്ലേലൂയ 3 അല്ലല്ലേ ഇങ്ങനെ വീശി യോഗം അങ്ങ് നിർത്തും. ഹല്ലേലൂയ. നിങ്ങളത് ആലോചിച്ച് നോക്കിയേ. അന്ന് നമ്മൾ ആരാധിച്ച കർത്താവിന് ഇന്ന് മാറ്റം വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ കർത്താവ് മാറിയിട്ടില്ല, പക്ഷെ നമ്മൾ മാറി. അന്ന് വീടില്ല, കയ്യടിയുണ്ട്. വണ്ടിയില്ല, നൃത്തമുണ്ട്. ആഹാരമില്ല, അന്യഭാഷയുണ്ട്. ഇന്ന് പട്ടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി യോഗം മുടക്കുന്നവരുണ്ട്. പട്ടിക്ക് ചോറ് കൊടുക്കാൻ യോഗം മുടക്കുന്നവർ മടങ്ങി വരണം. ഇനിയിപ്പോ ഇത് ഇഷ്ടപ്പെടാത്തവർ യോഗം കഴിഞ്ഞ് പറയുന്നതെന്നറിയോ? അതൊക്കെ അകത്ത് പറയേണ്ടതായിരുന്നു. മനതില്ല. നമ്മൾ ലോകം മുഴുവൻ അറിയാം ആത്മാവില്ലാതെ പോക്ക് നടക്കുകയില്ലെന്ന്. കരമുയർത്തൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതല്ല, രക്ഷയുടെ ദൂത് പറയാതെ ദാവീദിന്റെ കല്ലും കൊണ്ടാണ് ഞാൻ നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം തെറ്റിപ്പോയടോന്ന്. അല്ല, ഇതിനകത്തിരിക്കുന്ന ഭൂരിപക്ഷ ആളുകളും ദൈവമക്കളാ. രക്ഷയുടെ ദൂത് പറയുമ്പോ തന്നെ ആമേ പെട്ടകത്തിനകത്ത് കേറിയവരും ഹല്ലേലൂയ. പോട്ടെ, വിഷയം വിട്ടു. 5 ഭൂഖണ്ഡത്തിന്റെ ആധാരം തരാം. ഒരാരാധന യേശു പറഞ്ഞ തരിയലടാ. ആരാധന കർത്താവിന് മാത്രമുള്ളതാ. ഞാൻ ആ ഭാഗം വിടുന്നു. 37 അത്ഭുതങ്ങൾ യേശു ചെയ്യുന്നു. പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഇനി കുറച്ച് സമയമുള്ളൂ. പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ഒന്നാമത്തെ അടയാളം. 3 മരിച്ചവരെ ഉയർപ്പിക്കുന്നു. യായിറോസിന്റെ മകളെ വീട്ടിൽ, വിധവയുടെ മകനെ റോട്ടിൽ, ലാസറിനെ വീട്ടിലുമല്ല റോട്ടിലുമല്ല കല്ലറയ്ക്ക്. ഇതൊക്കെ ഞാൻ എല്ലായിടത്തും പറയുന്ന. വീട്ടിൽ നഷ്ടപ്പെട്ട വീട്ടിൽ വന്ന് തിരിച്ചു തരും, റോട്ടിൽ നഷ്ടപ്പെട്ട റോട്ടിൽ വന്ന് തിരിച്ചു തരും. കൈവിട്ടു പോയത് കല്ലറയിലാണെങ്കിൽ അവിടെ വന്ന് തിരിച്ചു തരും. ഞാൻ ദൈവമക്കളോട് പറയാം, യേശുവിന്റെ കൂടെ പന്തിക്കിരുത്താൻ ചെങ്ങന്നൂരിൽ ഒരുത്തരെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ അവനെ കല്ലറ കടത്തിയാലും പൊക്കിക്കൊണ്ടുവന്ന് യേശുവിന്റെ കൂടെ ഒന്ന് കൈയടിച്ചൊരാമയും പറയാമോ? പന്തിക്കിരുത്താൻ എന്റെ കർത്താവ് വിശ്വസ്തനാണ്. കാരണം നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ച കർത്താവാണ്. 3 കുരുടന്മാർക്ക് കാഴ്ച. നിലത്തു തുപ്പി ചേറുണ്ടാക്കി ചേറുവാരി കണ്ണിൽ പുരട്ടി ആൾക്കൂട്ടത്തിന്റെ ഇടയിലൂടെ 4 കുന്നിനെ തഴുകി വരുന്ന ശീലോഹാങ്കുളത്തിലെ തണുത്ത വെള്ളം തട്ടി കണ്ണിലൊഴിച്ചപ്പോൾ മണ്ണ് ചാടിക്കേറി കണ്ണാകുന്നത് ലോകം കണ്ടു. 37 അത്ഭുതങ്ങൾ വെടിയുതിർക്കുന്നത് പോലെ. ഇച്ചൂടെ കയറ്റി പറയട്ടെ, സാത്താന്യ മണ്ഡലങ്ങൾക്ക് പോലും വിമർശിക്കാൻ കഴിയാത്തത്. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. ആരുടെയോ തലവേദന മാറിയെന്ന് പറയുന്നതല്ലായിരുന്നു യേശുവിന്റെ മിനിസ്ട്രി. ശക്തി പുറപ്പെട്ടെന്ന് യേശു അറിഞ്ഞു, ബാധ മാറിയെന്ന് സ്ത്രീ അറിഞ്ഞു. ഞാൻ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നു, 2024 തെളിയിക്കപ്പെടുന്ന അത്ഭുതങ്ങൾ ചെങ്ങന്നൂര് വെളിപ്പെട്ടു വരട്ടെ. ഞാൻ ഒരു വാക്ക് എന്റെ ദൈവമക്കളോട് പറയാം. എന്റെ കർത്താവേ, നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യരുത്. കർത്താവിന് വേണ്ടി നമ്മൾ ഒന്നും എഡിറ്റ് ചെയ്യണ്ട. കേട്ടില്ല? ആ വീഡിയോ പിടിക്കുന്ന പിള്ളേരോട് ചോദിക്കണം എഡിറ്റ് ചെയ്യുന്നത് എന്താ. അവര് പറയാം, അവർക്ക് നേരെ ഉണ്ടേ പറയുമായിരിക്കും. കർത്താവിന്റെ കാര്യം ഒന്നും എഡിറ്റ് ചെയ്യണ്ട. കാര്യം എന്താണെന്നറിയോ? അവൻ ചെയ്യുന്നതെല്ലാം സത്യമായതുകൊണ്ട് അതിനകത്ത് ഒരു എഡിറ്റിന്റെയോ ആവശ്യമില്ല. ഡിസംബർ മാസം വരുന്നതിന് മുമ്പ് സഭകളിൽ അത് നടക്കട്ടെ. കൈ ഉയർത്തിയ രാമയും പറയാവോ? അങ്ങനെ ഇടതടവില്ലാത്ത അത്ഭുതങ്ങൾ 37 എണ്ണം. ആമേൻ. ഞാൻ യേശുവിന്റെ അത്ഭുതങ്ങൾ കണ്ട 3 പ്രത്യേകത. 1, ആരും തൊടാത്തവരെ യേശു തൊടും. ഉണ്ടോ? ഒരാമേ ഞാൻ പ്രതീക്ഷിച്ചു. 2, ആരും മിണ്ടാത്തവരോട് യേശു മിണ്ടും. 3, ആരും കയറാത്ത വീട്ടിൽ യേശു കയറും. ചെങ്ങന്നൂര് സ്ഥലപ്പേരിക്കറിയത്തില്ല, പെണ്ണുക്കറിയേ
ഞാൻ ഉറക്കെ ഒരു ദൂത് പറയാം. മതമില്ലാത്തൊരു ദൈവമുണ്ട്, ജാതി നോക്കാത്തൊരു ദൈവമുണ്ട്, വർണ്ണവും വർഗവും നോക്കാത്തൊരു ദൈവമുണ്ട്, യോഗ്യത നോക്കാത്തൊരു ദൈവമുണ്ട്. ഏത് നശിച്ചവരെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഓ ദൈവത്തിന്റെ പേര് യേശു എന്നാ. ഹല്ലേലൂയ. ആരും തൊടാത്തവരെ തൊടുന്നു, ആരും മിണ്ടാത്തവരോട് മിണ്ടുന്നു. ബാക്കി ആരും കയറാത്ത വീട്ടിൽ യേശു കയറുന്നു. ഒറ്റ വാക്കിൽ പറയട്ടെ, നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടെയാണോ ഇരിക്കണേ? അവഗണിക്കപ്പെട്ടവരെ പരിഗണിക്കുന്ന ഒരു ദൈവം. വീടിന്റെ മുറ്റത്ത് വെച്ച് അണലിപ്പാമ്പിന്റെ കടിയേറ്റു എൻ്റെ അപ്പൻ അണലിപ്പാമ്പിന്റെ കടിയേറ്റ് വീടിന്റെ മുറ്റത്ത് വീഴുമ്പോൾ മുച്ചോട് കത്തിയ നിലവിളക്കിന്റെ അരണ്ട വെളിച്ചത്തിൽ വീടിന്റെ തിണ്ണയിലിരുന്ന് എൻ്റെ വല്യപ്പൻ കാണുക എൻ്റെ അപ്പനെ പാമ്പ് കടിക്കുന്നത്. അടുപ്പത്ത് കഞ്ഞി വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. ഞാൻ എല്ലായിടത്തും പറയുന്നത് എൻ്റെ ആവേശം കൊണ്ട് ഞാൻ പറയാം. എൻ്റെ അപ്പൻ പാമ്പിന്റെ കടിയേറ്റ് മുറ്റത്ത് മകൻ മരിക്കുമെന്നുള്ള യാതി കയറി നിലവിളക്കെടുത്ത് നെഞ്ചിലിടിച്ച് ബോധം കെട്ട് എൻ്റെ വല്യപ്പൻ വീടിന്റെ തിണ്ണയിൽ അടുപ്പത്ത് കഞ്ഞി വെട്ടിത്തിളയ്ക്കുകയാണ്. ഞാൻ ചെങ്ങന്നൂരിനോടൊരു ദൂത് പറയട്ടെ, വെച്ച കഞ്ഞി കുടിപ്പിക്കാത്ത ശാപം ചില വീടുകളിൽ ഉണ്ടെന്ന്. വെച്ച കഞ്ഞി വെച്ച കഞ്ഞി കുടിപ്പിക്കാത്ത ഈ യോഗം വെറുതെ അല്ല, ഏതോ ശാപത്തെ അഴിക്കാൻ അഭിഷേകമുള്ളവരോ ആരാധിച്ചാട്ടെ. ഏതോ വീടിനകത്ത് തലമുറകളെ കൊണ്ട് വീടിനെ കൊണ്ട് കുടുംബ ജീവിതം കൊണ്ട് പേടിക്കണ്ട, ആ ശാപത്തെ അഴിക്കാൻ. എന്റെ അപ്പനെ കോട്ടയം കാരിത്താസിലും വല്യപ്പനെ കോട്ടയം മെഡിക്കൽ കോളേജിലും അഡ്മിറ്റ് ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിൽ 5-ാമത്തെ ദിവസം എൻ്റെ വല്യപ്പൻ ജീവനോടുള്ള സമരം അവസാനിപ്പിച്ചു. പാസ്റ്റർ 9 മണിയായി. ഞാൻ ഒരു 10 മിനിറ്റ് കൂടെ എടുത്താൽ കുഴപ്പമുണ്ടോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ തോന്നുന്നു നിങ്ങൾ ചെന്നിട്ട് വേണം നാസ എന്ന് റോക്കറ്റ് വിടാൻ. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. 7 ദിവസം പഴകിയ കുറെ ചപ്പാത്തി ഫ്രിഡ്ജിനകത്തിരിപ്പുണ്ട്. ചെല്ലുമ്പോഴേ അമ്മാമ്മ ചൂടാക്കും. ദാവീദ് സിംഹത്തെ കയറുന്ന വന്ന് വലിച്ചു കയറി വായിക്കാത്ത വെക്കണം. ഇതല്ലാതെ വേറെ ഒരു തിരക്ക് നിങ്ങൾക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രായമുള്ളവർ എന്നോട് ക്ഷമിക്കണം, ഷുഗർ ഉള്ളത് കൊണ്ട് ചെറിയൊരു കിലുകിലിപ്പ് ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും നിങ്ങൾ എന്നെ പ്രാകരുത്. എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ ഒരു 5 മിനിറ്റ് കൂടി ഇരുത്താൻ പറ്റുമോ എന്നറിയാനാ. ഞാൻ കഴിഞ്ഞ ദിവസം ആരോടോ പറഞ്ഞു, നമ്മുടെ ആളുകൾ കഴിക്കുന്ന BP-യുടെ ഗുളിക അരിക്കൊമ്പന് കൊടുക്കുവാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടേ കണ്ണു തുറക്കുള്ളൂ. നമ്മുടെ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണു തുറക്കുന്നുണ്ടല്ലോ. ആശ്വാസം. പെട്ടെന്ന് എനിക്കിത് പറഞ്ഞു തീർത്തേ പറ്റത്തുള്ളൂ. ദൂതിന്റെ ഗൗരവത്തിലേക്ക് എനിക്ക് കയറി വന്നേ പറ്റത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, തൊടാത്തവരെ തൊടുന്നവൻ, കയറാത്തടത്ത് കയറുന്നവൻ. എല്ലാവരും കൈവിട്ടവരെ കിട്ടും. എൻ്റെ വീട്ടിലെ സാക്ഷി എങ്ങനെ പറയാൻ എനിക്കറിയത്തില്ല. വല്യപ്പൻ്റെ ഡെഡ് ബോഡി വീട്ടിൽ കൊണ്ടുവന്നോ, നാട്ടുകാർ മുഴുവൻ കെട്ടിപ്പൊക്കിയ പന്തലിനകത്ത് ബോഡി വെച്ച് അനുശോചന പ്രവാഹം. വീടിന്റെ തെക്ക് ഭാഗത്ത് പച്ചമാവിന്റെ വിറക് വെട്ടിപ്പൂളി അടുക്കി ശരീരം ചിതക്കി കൊടുത്തു. 6 പച്ചവട്ടിക്കകത്ത് ചാരം കോരി വെള്ളത്തിലൊഴുക്കി. 18-ാമത്തെ ദിവസം 5 തവണ രക്തം മാറിയിട്ടും ശരീരത്തിലെ വിഷം മാറാത്തവനായി എൻ്റെ അപ്പനെ ആശുപത്രി ഉപേക്ഷിച്ചു. ഞാനൊരു ദൂത് പറയട്ടെ, ദൈവം ഒരുത്തനെ തൊട്ടാൽ ഒരു ഡോക്ടർക്കും അവനെ രക്ഷിക്കാൻ പറ്റുകയില്ല. പിന്നെ ദൈവത്തിനല്ലാതെ അവനെ രക്ഷിക്കാൻ പറ്റുകയില്ല. എൻ്റെ അപ്പനും അമ്മയും കൂടി 6 പ്രാവശ്യമാണ് ആത്മഹത്യക്ക് പോയത്. കുപ്പിച്ചിൽ ഇടിച്ചു പൊടിച്ച് ചോറിൻ്റെ ഉരുള വെച്ച് വിഴുങ്ങാൻ നോക്കി, ഫിറിടാൻ വിഷം കുടിക്കാൻ നോക്കി. 2 പെമ്പക്കളെ ഒക്കത്ത് വെച്ച് കെട്ടി വെള്ളത്തിൽ ചാടി മരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പോയി. കെട്ടി തൂങ്ങി 2 തവണ. 6 മരണങ്ങൾ വഴിമാറി. ഒരു കാര്യം ഞാൻ പറയാം, തൂങ്ങിയാൽ പോലും ദൈവത്തിന് വേണ്ടവൻ ചാകുകയില്ല. ഹല്ലേലൂയ. അതിന് പറ്റുന്നൊരു ദൂത് ഞാൻ നിങ്ങളോട് പറയാം. ഏലിയാവിന്റെ യാഗപീഠത്തില് 3 പ്രാവശ്യം നനഞ്ഞ വിറക കത്തിയത്. 3 പ്രാവശ്യം നനഞ്ഞ വിറക്. എന്നാൽ ഇസഹാക്കിനെ കടത്തിയ യാഗപീഠത്തിലെ വിറക് കരിയല പോലെ ഉണങ്ങിയതാ, പക്ഷെ കത്തിയില്ല. കാരണം വാഗ്ദത്തത്തോളം മേളിക്കിടന്നാൽ തീ പിടിക്കാൻ ദൈവം. മുമ്പോട്ട് വരിക. എനിക്ക് 1-2 കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് പറയണം. ഇന്ന് രക്തത്താഴ്ചയാണ്, അത്യാവശ്യമായിട്ട് പറഞ്ഞേ പറ്റത്തുള്ളൂ. അങ്ങനെ വീട്ടിൽ മരിക്കാൻ കിടന്ന് 6 പ്രാവശ്യം ആത്മഹത്യ കൈവിട്ട് എൻ്റെ അപ്പനെ 2 സുവിശേഷകന്മാർ വന്ന് കസേരെ പൊക്കിക്കൊണ്ട് പ്രാർത്ഥനയ്ക്ക് പോയി. അന്ന് രാത്രി എൻ്റെ അപ്പനെ യേശു തൊട്ടു. എന്നെ കുശുമ്പ് പിടിച്ച് ആമേനെന്ന് പറഞ്ഞു. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഉപദേശിമാർ 5 എണ്ണം
എൻ്റെ പൊന്നു പാസ്റ്ററെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഏതോ ഒരു കൺവെൻഷന് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ 5 ഉപദേശിമാരുണ്ടെന്ന്. യോഗം ഞാൻ അപ്പച്ചൻ വന്നച്ചനോട് തോത്രാച്ചെല്ലാം കൂടെ എവിടെ കൊണ്ടാണ് വെക്കുന്നത്? തറയെന്ന് പറഞ്ഞാൽ പറയുന്നത് നമ്മുടെ ആളുകൾ കേൾക്കുന്നത്. എൻ്റെ ചെയ്യാൻ 2 IPC, 1 AG, 1 ന്യൂ ഇന്ത്യ, 1 സ്വതന്ത്രം. അപ്പം നിങ്ങൾക്ക് അറിയേണ്ട സ്വതന്ത്രൻ ആരാന്നല്ലേ? ഞാൻ. ആശ്വാസമായല്ലോ. ഹല്ലേലൂയ. 5 ഉപദേശിമാരുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. പിശാചി കരിങ്കൊടി കെട്ടിയ പെരക്കകത്ത് യേശുവിനെ ഉയർത്തുന്നവരെ എഴുന്നേൽപ്പിക്കാൻ എൻ്റെ കർത്താവ് ശക്തനാ. പോട്ടെ. കരച്ചിൽ. എനിക്ക് വിശാലമായിട്ട് പ്രസംഗിക്കാൻ ആവേശമുണ്ട്. ജനിച്ചു വീഴുന്ന അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന കൊച്ചിന് കരച്ചിൽ ലാംഗ്വേജ് ആണ്, ആശയവിനിമയമാണ്. എന്നാൽ പ്രായമായവർക്ക് കരച്ചിൽ ആശയവിനിമയമല്ല, അകതാലിൽ തിരതള്ളുന്ന വേദനകളുടെ വൈകാരിക ഭാവങ്ങളുടെ പുറത്തേക്കുള്ള ത്രസനമാണ് അവർക്ക് കരച്ചിൽ. കരച്ചിൽ ഒരു ചെറിയ കാര്യമല്ല. കണ്ണുനീരിനകത്തെ ഗ്രന്ഥി ഒരു ചെറിയ കാര്യമല്ല. വേദപുസ്തകത്തിൽ എവിടെയൊക്കെ കരച്ചിൽ കേട്ടു അക്കമിട്ട് പറയണോ? ഒന്നൊന്നായിട്ട് നേരം വെളുക്കുന്നിടം വരെ ഇവിടെ ഇരിക്കണം. ഒന്നാമത്തെ കരച്ചിൽ കേട്ടത് ഏദൻ തോട്ടത്തിലാ. മിണ്ടുന്നില്ല, ഒരാമയും പറഞ്ഞാട്ട്. ഞാനൊന്ന് താഴോട്ടിറങ്ങുന്ന പ്രശ്നമുണ്ടോ? കുഴപ്പമില്ല. ഒന്നാമത്തെ കരച്ചിൽ കേട്ടത് ഏദൻ തോട്ടത്തിലാ. മക്കളെ, ഞാൻ താഴോട്ടിറങ്ങിയ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങും. ഒന്നാമത്തെ കരച്ചിൽ ഏദൻ തോട്ടത്തില. ആരാ കരഞ്ഞത്? യഹോവ കരഞ്ഞോ? ഇല്ല. ആരാ കരഞ്ഞത്? ആദാം കരഞ്ഞോ? ഇല്ല. ആരാ കരഞ്ഞത്? ഹവ്വ കരഞ്ഞോ? ഇല്ല. ആരാ കരഞ്ഞത്? ഒരാട് കരഞ്ഞു. ഞാൻ ആടിനോട് ചോദിക്കുന്നു, എന്തിനാപ്പാ നീ കരഞ്ഞത്? ആട് പറയും, ഞാൻ തെറ്റ് ചെയ്തിട്ട് കരഞ്ഞതല്ല. അവന്റെ തേജസ്സിന്റെ ഉടുപ്പ് പോയപ്പോ എന്റെ കഴുത്ത് കണ്ടിച്ച് എന്റെ തോലെടുത്ത് അവനെ ഉടുപ്പിക്കാൻ എന്റെ കഴുത്ത് വെട്ടിയപ്പോൾ ആദ്യത്തെ കരച്ചിൽ ഒരു കുഞ്ഞാടിന്റെയാ. ഏത് കുഞ്ഞാട്? ഏതനിലെ കുഞ്ഞാട്. കരച്ചിൽ നമ്പർ 1. കരച്ചിൽ നമ്പർ 2 മോറിയാമലയുടെ മേളിലാണ്. സ്വന്തം മകന്റെ കഴുത്ത് വെട്ടാൻ നെഞ്ചിനകത്ത് തിങ്ങിയ വേദനയും കൊണ്ട് മൂർച്ച വെച്ച വാളുമായിട്ട് മോറിയായുടെ കുന്നിൽ ചെന്നേച്ച് മകനെ കൈകാല് കെട്ടി, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കൈകാല് കെട്ടി വിറകിന്റെ മേൽ കിടത്തിയിട്ട് വാളുമേളിലോട്ട് പോക്കുമ്പോൾ ഒരൊറ്റ വിളി, അബ്രാമേ. ഇന്ന് രാത്രി ഒരു പ്രവചനം എന്റെ വായിക്കകത്ത് വരികയാണ്. വാള് പൊക്കിയ ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെടാൻ പോകയാ. അവൻ ചില മരണ ശക്തികൾ ചില മരണ വായ് തുറന്ന് വാള് ഇല്ല. ആ ആക്സിഡന്റ് നടക്കുകയില്ല, ആ ദുരന്തം നടക്കുകയില്ല, ആ പെടുമരണം നടക്കുകയില്ല, ആ സൈലന്റ് അറ്റാക്ക് നടക്കുകയില്ല. Now I command. കർത്താവ്, പ്രാർത്ഥിക്ക. അവൻ എന്നെങ്കിലും പറഞ്ഞേച്ച് പോട്ടെന്ന് വിചാരിക്കാതെ നിങ്ങളുടെ കയ്യെ ചുറ്റിയ പാമ്പിനെ നിങ്ങൾ കൊടഞ്ഞുകളാ. ഹല്ലേലൂയ. Hallelujah. Hallelujah. മോറിയയുടെ കുന്നിന്റെ മേളിൽ വാള് പൊക്കുമ്പോൾ അബ്രാമേ കൊച്ചിനെ തൊടരുത്. ശബ്ദം കേട്ടിടത്തോട്ട് നോക്കുമ്പോൾ കൊമ്പ് കാട്ടുവള്ളിൽ കുരുങ്ങിക്കിടക്കുന്ന ആട്ടുകൊറ്റൻ. രണ്ടാമത്തെ കരച്ചിൽ അവിടെ. ആർക്കു വേണ്ടി? ഇസഹാക്ക് മരിക്കാതിരിക്കാൻ ഒരാട് കരയുകയാണ്. രണ്ടാമത്തെ കരച്ചിൽ അവിടെ. കരച്ചിൽ നമ്പർ 3. വീട്ടിൽ അനുജനായി ജനിച്ചവൻ, പേര് യാക്കോബ്. ചേട്ടനെ കാട്ടിൽ വേട്ടേർച്ചയ്ക്ക് വിട്ടു. ചേട്ടൻ അപ്പന്റെ അനുഗ്രഹം മേടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടോ? അമ്മ അനിയനെ പറഞ്ഞ് ആടിന്റെ കൂട്ടിലോട്ട് വിട്ടു. അവൻ ചെന്ന് 2 കോലാടിനെ പിടിച്ചു, കഴുത്തറത്തു. എന്തിനാണ്? മൂന്നാമത്തെ കരച്ചിൽ കേട്ടത് അനിയനാകുന്ന യാക്കോബിനെ ചേട്ടനാക്ക.
കരച്ചിൽ. നമ്പർ 4 നടന്നത്. ആമേൻ. നിങ്ങൾക്കറിയാമല്ലോ ആബീബ്, സീവൻ, തമ്മൂസ്, ആലേഫ്, കിസ്ലേവ്, യഹൂദ, ആമേൻ മാസങ്ങൾ. ആബീബ് മാസം 10-ാം തീയതി ഒരാടിനെ വേർതിരിച്ച് 14-ാം തീയതി സന്ധ്യാസമയത്ത് അവർ മിസ്രൈമിൽ വെച്ച് ആടിന്റെ കടുത്തറത്തു. എന്തിനാണെന്നറിയാമോ? 430 വർഷം കിരാതമായ ഭീകര വാഴ്ചയുടെ കീഴിൽ നിന്ന് വാഗ്ദത്തത്തിന്റെ പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് ഒരു തലമുറയെ പുറപ്പെടുവിക്കാൻ ഒരു കുഞ്ഞാട് കരഞ്ഞു. ആ കുഞ്ഞാടിന്റെ കുഞ്ഞാടിന്റെ പേരാണ് പെസഹ കുഞ്ഞാട്. കരച്ചിൽ 4. കുഞ്ഞാടിന്റെ പേരാണ് പെസഹ കുഞ്ഞാട്. ഇതെല്ലാം നിഴലാണ്. ആമേൻ, ആമേൻ. യേശുദാസേ, എനിക്ക് ഫിംഗർ താ. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഈ കണ്ട കരച്ചിലെല്ലാം നിഴലാണ്. എന്നാൽ ഈ കരച്ചിലിന്റെ എല്ലാം പൊരുളും നടന്നത് കാൽവറിയിലാണ്. ആ കരച്ചില ഞാൻ വായിച്ചത്. എലി 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 ലമാ ശബക്താനി, എന്റെ ദൈവമേ. ഞാനതെങ്ങനെ വിശദീകരിക്കണം പാസ്റ്ററെ? എനിക്കറിയില്ല. ഈ കരച്ചിൽ നടക്കുന്നതിന് ശ്രദ്ധിക്കുന്നുണ്ട്. കമോൺ, ഞാൻ പെട്ടെന്ന് നിർത്താം. ഈ കരച്ചിൽ നടക്കുന്നതിന് 1000 years back, 1000 വർഷത്തിന് മുമ്പ് ഒരു പ്രവാചകൻ പേന എടുത്തു. പ്രവാചകന്റെ പേര് ദാവീദ്. ദാവീദ് പേന എടുത്ത് വെച്ച് 1000 വർഷം കഴിഞ്ഞിട്ട് കരയാനുള്ള കരച്ചിലിന്റെ ലാംഗ്വേജ് അവൻ എഴുതി. ഒരാക്സിഡന്റൽ ഡെത്ത് അല്ലടോ യേശുവിന്റെ മരണം. നാട്ടുകാരെ, ക്രിസ്ത്യാനികൾ പൗഡർ ഇട്ട് ക്രിസ്ത്യാനികൾ മേക്കപ്പ് ചെയ്ത ദൈവം അല്ല യേശു. അവന്റെ കരച്ചിൽ, ജോൺസനെ, അവന്റെ കരച്ചിൽ 1000 വർഷം മുമ്പ് ഒരു പ്രവാചകൻ എഴുതി. അവൻ എന്ത് പറഞ്ഞ് കരയണമെന്ന്. ദൂത് നമ്പർ 2, 750 വർഷത്തിന് മുമ്പ് യെശയ്യാ പ്രവാചകൻ എഴുതി. അവൻ കള്ളന്മാരുടെ നടുക്ക് കിടക്കുമെന്ന്. ഇതൊക്കെ കേട്ട ശവക്കോട്ടെ പോലും അന്യഭാഷ ഉണ്ടാവുമല്ലോ. 750 വർഷത്തിന് മുമ്പ് പ്രവാചകൻ എഴുതിയെന്ന്. അവൻ കള്ളന്മാരുടെ നടുക്ക് കിടക്കുമെന്ന്. ഇനി കേൾക്കണോ? സെക്കറിയാവ് എഴുതി വെച്ച് കേൾക്കണോ? അവനെ 30 വെള്ളിക്കാശിന് വിൽക്കുമെന്ന് പ്രവാചകൻ എഴുതി വെച്ചെന്ന്. ഇനി കേൾക്കണോ? അവൻ കഴുതയുടെ പുറത്ത് കയറി വരുമെന്ന് പ്രവാചകൻ എഴുതി വെച്ചെന്ന്. ഇനി കേൾക്കണോ യേശുദാസേ? കേട്ടോ, എഫ്രാത്ത 2 ഉണ്ട്. എഫ്രാത്ത 2 ഉണ്ട്. വഴക്ക് പിടിക്കാതിരിക്കാൻ തമ്പുരാൻ ഒരു ദൂത് എടുത്തു പറഞ്ഞു. നീയോ ബേത്ലഹേം എഫ്രാത്തേ, ഇത്ര ക്ലാരിറ്റിയോടെ ചെങ്ങന്നൂരേ ആവേശമുണ്ടോ യേശുവിനെ കുറിച്ച് പറയാൻ? ഇത്ര ക്ലാരിറ്റിയോടെ ജനിച്ചവന്. നിർത്തുക, പറഞ്ഞു നിർത്താനുള്ള സമയമുള്ളൂ. നമുക്ക് ഒരുമിച്ചൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്ലീസ്, all of you please stand together. all of you please. കർത്താവിന്റെ ദാസന്മാരെ വാ, നമുക്കൊരു പാട്ട് പാടി 2 വരി ആരാധിക്കാൻ കഴിച്ചു. കർത്താവിന്റെ ദാസൻ കൂടെ വാ, പ്ലീസ് കം. ഹൗ താസ്മായ. ആരും പോകരുത്, യോഗം തീർന്നില്ല. എനിക്ക് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാനുണ്ട്. എണ്ണച്ചക്ക അർത്ഥമുള്ള ഗതസമനയിൽ ഒരു മനുഷ്യൻ ചോരത്തുള്ളി പോലെ വിയർപ്പ് തുള്ളികൾ പുറത്തു വരികയാണ്. നെഞ്ച് കാതടപ്പിക്കുന്ന ഒരു കരച്ചിൽ. പിതാവേ, ഒന്ന് പ്രാർത്ഥിച്ചോണ്ട് നിൽക്കപ്പ. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം പ്ലീസ് എങ്കിൽ നിൽക്കാമോ? എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം. നിന്റെ ഇഷ്ടം. ഗത്സമനത്തോട്ടത്തിൽ വിയർത്തവൻ, 5 മതക്കോടതിയിൽ 6 തവണ വിസ്തരിക്കപ്പെട്ടവൻ, പീലാത്തോസിന്റെ പ്രൊട്ടേറിയം, ഭൂനിരപ്പിൽ 6 പടി താഴോട്ടിറങ്ങുന്ന കൽത്തളത്തിൽ കൽക്കുറ്റിയിൽ കമഴ്ത്തിക്കിടത്തി വള്ളി വളഞ്ഞു കയറുന്ന വടിയുടെ അറ്റത്ത് ആയുധം ഘടിപ്പിച്ച് അലറിക്കൊണ്ട് കാബാലികന്മാർ അടിച്ചപ്പോൾ നമ്മൾ പാടിയത് യേശുവിൻ തോഴനെ കണ്ടേ, എനിക്കെല്ലാമായവനെ, 10,000ങ്ങളിൽ ഏറ്റവും സുന്ദരനെ, ഷാരോനിന്റെ പനിനീർ പുഷ്പമേ, താഴ്വരയിലെ താമരപ്പൂവേ, 1000 കോടി സൂര്യന്മാരെക്കാൾ തേജസ്സുള്ളവനെ, ലാവണ്യവാക്കുള്ളവനെ കണ്ടോ.
സ്വർഗത്തിന്റെ സൗന്ദര്യത്തിന്റെ ധാമം. ആമേൻ. ത്രിത്വത്തിൽ രണ്ടാമൻ പിതാവിന്റെ ഓമനകുമാരൻ. അറവുശാലയിൽ ചോര ഒഴുകി ഉണങ്ങിയ ഒരു കുറക് തൂക്കിയിട്ടിരിക്കുന്നത് പോലെ കണ്ടാൽ മനുഷ്യനാണോ മാംസ കഷണമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ കാൽവറിൽ അവനെ തൂക്കിയിട്ടത് അവൻ പാപം ചെയ്തത് കൊണ്ടല്ല, ചെങ്ങന്ന് ഒരു കാരെ വിടുവിക്കാൻ. മൂന്നാണിമേൽ 33 തിരുവയസ്സുള്ള ഒരു ശരീരം. പ്രാർത്ഥിച്ചോണ്ട് നിൽക്കാമോ? 33 തിരുവയസ്സുള്ള ഒരു ശരീരം തൂങ്ങിക്കിടക്കുകയാണ്. മൂന്നാണിമേൽ ഭൂമേനീതാ തൂങ്ങിടുന്നയ്യോ, മണ്ണിനും വിണ്ണിനും മധ്യയായി ഏഴയ്ക്കായോ ചോര പുരണ്ടൊരു ശരീരം. അവൻ കാൽകുത്തായുടെ നിറുകയിൽ അവൻ ചതുരവടിയുള്ള ആണി കൊണ്ട് അവൻ അടിച്ചു കയറ്റിയിട്ട് ഭൂമധ്യഭാഗത്ത് ചോര ഒഴുകി ഉണങ്ങി മുള്ളു കണ്ണിലൂടെ പുറത്തള്ളി അവിടെ കടന്നുകൊണ്ടൊരൊറ്റ വിളിയാ, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്താണ്? പിതാവിന്റെ മറുപടി, മാനവകുലത്തെ രക്ഷിപ്പാൻ, മാനവകുലത്തിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ, മാനവകുലത്തിന്റെ ശാപം മാറ്റാൻ, അവന്റെ വേദന ചുമക്കാൻ, അവന്റെ ദുഃഖം ചുമക്കാൻ എല്ലാ കണ്ണുകളും അടച്ചു പിടിച്ചു. ഇന്ന് രാത്രി നിങ്ങളുടെ ചിന്ത ക്രൂശിൽ മാത്രം നിൽക്കട്ടെ. ഇന്ന് രാത്രി നിങ്ങളുടെ ചിന്ത ക്രൂശിൽ മാത്രം നിൽക്കട്ടെ. എവിടെയെങ്കിലും നിന്നുകൊണ്ട് ഒരൊറ്റ വാക്ക്, യേശുവേ ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞാൽ ആ കട്ട പിടിക്കാത്ത ചോര ഇന്ന് രാത്രി നിന്റെ വീട്ടിലേക്ക് ഒഴുകി വരും. ഏത് ജാതിയോ ഏത് മതമോ ഏത് വർണ്ണമോ ആ ചോര ഇന്ന് രാത്രി ഒന്ന് ദൈവമക്കളൊന്ന് സ്തോത്രം ചെയ്ത് തുടങ്ങിയാട്ടെ. ആ ക്രൂശിൽ നിനക്ക് വിമോചനമുണ്ട്. ഒരൊറ്റ വിളി യേശുവേ എന്ന് വിളിക്കാൻ, ഒരൊറ്റ വിളി. ആ കരച്ചിൽ നിന്റെ കരച്ചിലും മാറ്റാനാണെങ്കിൽ ഇന്ന് രാത്രി ആ പാപത്തിന്റെ കണ്ണുനീർ, ആ ശാപത്തിന്റെ കണ്ണുനീർ യേശു തുടയ്ക്കുകയാണ്. ആ ശാപത്തിന്റെ കണ്ണുനീർ, ആ ശാപത്തിന്റെ കണ്ണുനീർ. ആ ശാപത്തിന്റെ കണ്ണുനീർ എല്ലാ കണ്ണുകളും അടച്ചു പിടിച്ചിട്ടുണ്ട്.